കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം മാസ്ക് വെച്ച മറ്റൊരു വിജിലന്റ് ഒരു മുത്തശ്ശിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ ആ മനുഷ്യനെ കൊല്ലുന്നതും അവൻ അവിടെ നിന്ന് ആംബുലൻസിൽ രക്ഷപ്പെടുമ്പോ കിമ്മും അവനോടൊപ്പം ആ ഒരു ആംബുലൻസിൽ കയറുന്നതുമാണ് നമ്മൾ കണ്ടത്. ആ മാസ്ക് വെച്ചവനും ഭയങ്കര സന്തോഷത്തിലാണ്. അവൻ ശരിക്കുമുള്ള വിജിലന്റിനെ കണ്ടുവല്ലോ. ആ ഒരു ദിവസത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. കിമ്മും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് മാസ്ക് വെച്ചവനും, നീ ഇവിടെ CCTV ഇരിക്കുന്നത് ഓർത്തിട്ടാണോ എന്നോട് സംസാരിക്കാൻ പേടിക്കുന്നത്? നീ പേടിക്കൊന്നും വേണ്ട, ഞാനതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ നീ ചെയ്തു വെച്ച പല കുറ്റങ്ങളുടെയും തെളിവ് നശിപ്പിച്ചത് ഞാനാണ്. നീ ഇതുവരെയും പിടിക്കപ്പെട്ടില്ലല്ലോ, അതിന്റെ പകുതിയോളം ഉത്തരവാദിത്തം എനിക്കാണ്. കിമ്മും നീ ആരാണെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അതിനവനും, ഞാൻ എങ്ങനെ പറയും, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു ഫാനാണ്. നിനക്കിപ്പോ എന്നെ പോലുള്ള ഒരാളെ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്താലോ? ശരിക്കും നിന്റെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അതിന് കിമ്മും അവൻ അടിക്കാനാണ് ശ്രമിക്കുന്നത്. ശരിക്കും ഞാൻ നിന്റെ ശത്രുവല്ല, മിത്രമാണ്. ഞാൻ നിന്റെ വലിയൊരു ഫാനാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോ കിമ്മും അവനെ ഓടിക്കുന്നു. ശേഷം അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് മാസ്ക് വെച്ചവനും, നീ ഇതുവരെ പിടിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ ചിന്തിച്ചു നോക്കിയില്ലേ? ശരിക്കും പറഞ്ഞ പോലീസ് നിന്നെ അന്വേഷിച്ച് വരികയാണ്. ശരിക്കും പോലീസുകാര് പെട്ടെന്ന് നിന്നെ കണ്ടുപിടിക്കും. നീ ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്താ ഒരിക്കലും അവർക്ക് നമ്മളെ രണ്ടുപേരെയും പിടികൂടാനേ സാധിക്കില്ല. കുറച്ചുകൂടി വലിയ ഇരകളെ നമുക്ക് പിടികൂടാം. പക്ഷെ കിമ്മ് അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. കിമ്മും അവനോട് എന്തിനാ കാറുകാരനെ കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോ അവനും, ഞാൻ അവനെ കൊന്നത് അവനെ അങ്ങനെ ശിക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശേഷം രണ്ടുപേരും അടികൂടുന്നു. രണ്ടുപേർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. ഫൈറ്റിനിടയ്ക്ക് മാസ്ക് വെച്ചവനും ബിൽഡിംഗിൽ നിന്ന് താഴെ വീഴാനായി പോകുന്നു. കിമ്മും, നീ എന്നെ പിന്തുടരരുത്, എന്റെ അടുത്തേക്ക് നീ വരികയും ചെയ്യരുത്. അതിന് മറ്റവനും, നിക്ക്, ഞാൻ എന്റെ മാസ്ക് മാറ്റണ്ടേ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണ്ടേ? അതിനവനും, നീ ആരാണെങ്കിലും എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്റെ വഴിയിൽ തടസ്സമായിട്ട് നീ നിൽക്കാനായി പാടില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മറ്റവനും, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകരുതേ എന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ കിമ്മ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ജിമ്മ പോലീസും സംശയകരമായിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡോക്ടർമാരെയും അയാളും ചെക്ക് ചെയ്യുന്നു. അതിലൊന്നും തന്നെ ജിമ്മ പോലീസ് ഉദ്ദേശിച്ച ആളുണ്ടായിരുന്നില്ല. എന്നെ പോലെ ഹൈറ്റുള്ള ഒരാള് ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ മറ്റേയാളും, ഇവിടെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളത് എനിക്ക് മാത്രമാണ്, മറ്റാരും എന്നെക്കാൾ ഉയരമുള്ളതായിട്ടില്ല. ഇവിടെ മീഡിയക്കാരും വീഡിയോസ് ചെക്ക് ചെയ്യുന്ന സമയം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഹൂഡി ധരിച്ച ഒരാൾ ഇറങ്ങി പോകുന്നത് അവളും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കിമ്മായിരുന്നു. പക്ഷെ അവൾക്ക് മുഖമൊന്നും കാണാനായി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കിമ്മും അവന്റെ മുഖത്ത് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുറിവില് അവന് മരുന്നിടുന്നുണ്ട്. അപ്പോഴേക്കും അവന് ഒരു മെസ്സേജ് വരുന്നു. അത് മറ്റേ മാസ്ക് വെച്ചവനാണ് അയച്ചിരിക്കുന്നത്. നിന്നെ ഞാൻ സഹായിക്കാം, നിനക്ക് സഹായം ആവശ്യമുള്ള സമയമാണ്, എന്നെ തള്ളിക്കളയരുതേ എന്ന് നിങ്ങളുടെ സ്വന്തം ഫാൻ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം കിമ്മിനെ പോലെ മുഖത്ത് പരിക്ക് പറ്റിയിരിക്കുന്ന മറ്റൊരാള് ഇറങ്ങി വരുന്നതായി കാണിക്കുന്നു. അവൻ കുറച്ച് റിച്ച് ആണ്. കൂടെയുള്ള സെക്രട്ടറിയും, നിങ്ങളുടെ മുഖത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോകണ്ടേന്ന് ചോദിക്കുമ്പോ അവനും പറയുന്നത്, ഈ മുറിവ് വളരെ വിലപ്പെട്ടതാണ്, അതെനിക്ക് ചികിത്സിച്ച് നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇന്നലത്തെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോ സെക്രട്ടറിയും, അവിടെയുള്ള തെളിവുകളൊക്കെ ഞാൻ നശിപ്പിച്ചു, പക്ഷെ ആ മീഡിയക്കാരി കുറച്ച് ഫുട്ടേജസ് എടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അവൾക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമായിരിക്കും. ശരിക്കും പറഞ്ഞ കിമ്മിനോട് അടികൂടിയ ആ ഒരു മാസ്ക് വെച്ച മറ്റൊരു വിജിലന്റ് ഇയാളാണ്. അയാളുടെ പേര് കങ്. ആ സമയം ആ മരിച്ച കാറുകാരന് ഒരു സഹോദരനുണ്ട്. അയാളൊരു ഗ്യാങ്ങിന്റെ തലവനാണ്. നമ്മുടെ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് ഏതോ ഒരുത്തൻ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, എന്റെ അനിയനെയും അവൻ കൊലപ്പെടുത്തി. ആ വിജിലന്റ് എന്തെന്നോ പറയുന്നവൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, അവനെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം, എന്നിട്ട് വേണം എനിക്ക് അവനെ കൊല്ലാനായിട്ട്. ആ സമയം ജിമ്മ പോലീസ് അവിടേക്ക് വരുന്നുണ്ട്. എല്ലാരും തടയാനായിട്ട് നോക്കുമെങ്കിലും ജിമ്മ പോലീസ് ആ ഒരു ഗുണ്ടയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടുത്തെ CCTV ഫുട്ടേജസ് എനിക്ക് കാണണം. അതിനായാലും എനിക്കും ആ ഒരു ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജസ് കാണണം. എനിക്ക് ആ വിജിലന്റിന്റെ മുഖം കാണുകയും വേണം. അതിന് ജിമ്മ പോലീസും, ഇത് വിജിലന്റ് കേസാണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ടില്ല, അതിനായാലും വല്ല TVയില് വിജിലന്റോ മറ്റോ ആണെന്നല്ലേ പറയുന്നത്. അതിന് ജിമ്മ പോലീസും, അതേ മീഡിയക്കാര് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതല്ലേ, നിങ്ങളെ കാറുകാരന്റെ ചേട്ടനല്ലേ, നിങ്ങളുടെ സഹോദരനെ കുറിച്ചോർത്ത് നിങ്ങൾക്കും വിഷമം ഉണ്ടാകും. എന്തെങ്കിലും കേസുമായി സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സഹോദരൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനകത്ത് ഇടപെടുകയും ചെയ്യരുത്. പോലീസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ശേഷം നമ്മുടെ മാസ്ക് വെച്ച വിജിലന്റും അവനൊരു കമ്പനിയുടെ CEO ആണ്. വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അവൻ മീഡിയക്കാരി കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളാണ് വിജിലന്റിന് പേര് നൽകിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, എനിക്കത് വളരെ ഇഷ്ടമായി. നിങ്ങൾക്കാണ് ഇതിന്റെ എല്ലാ ക്രെഡിറ്റും വരുന്നത്. നിങ്ങൾ വളരെ ടാലന്റഡ് ആണ്, അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഞാനും കരുതുന്നുണ്ട്. അതിന് മീഡിയക്കാരിയും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുണ്ട്, പക്ഷേ മറ്റാരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ജോലി ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനവനും, നിങ്ങൾ വിജിലന്റിനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. അതിന് മീഡിയക്കാരിയുടെ ഹെഡും അത് അവളുടെ കയ്യിലുള്ള പെൻ ഡ്രൈവിലുണ്ട്. മീഡിയക്കാരിയും ദേഷ്യപ്പെടുന്നുണ്ട്. അതിന് ഹെഡും, ഇത് നിന്റെ അല്ലല്ലോ, ഇത് ഈ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷന്റെ ആണ്, നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയൊരു സ്പോൺസർ ആണ് ഈ വന്ന് നിൽക്കുന്നത്, അതുകൊണ്ട് നീ ഷൂട്ട് ചെയ്ത ക്ലിപ്പ് അയാളുടെ കയ്യിൽ കൊടുക്കണം. അതിന് മീഡിയക്കാരി എതിർക്കുന്നുണ്ട്. പണം കൊണ്ട് എന്നെ വിലക്കെടുക്കാനാകില്ല. അവിടെ വലിയൊരു പ്രശ്നം നടക്കുമ്പോ അവനും ഇടപെട്ടിട്ട് മീഡിയക്കാരിയോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വിജിലന്റിനെ ഇഷ്ടമാണ്. വിജിലന്റിനെ കോപ്പി ചെയ്ത് ജയിലിൽ അകപ്പെട്ട കുറച്ച്
ആൾക്കാരെ ഞാനും സ്പോൺസർ ചെയ്ത് അവരെ രക്ഷിച്ചിട്ടുണ്ട്. ഞാനും അവനെ പോലെ തന്നെയാണ്. അവന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവൻ ആരാണെന്ന് വെളിപ്പെടുന്നതിനേക്കാളും അവൻ എന്താണ് ഈ ലോകത്തോട് പറയാനായി ശ്രമിക്കുന്നതല്ലേ നമ്മൾ നോക്കേണ്ടത്. എനിക്കറിയാം നിങ്ങൾക്ക് വിജിലന്റിനെ ഇഷ്ടമാണല്ലേ, അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി അവനെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞ് നൈസായിട്ട് അവള് വിജിലന്റിനെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വെൻഡ്രൈവും അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ പോലീസുകാരും കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു കാറുകാരനെ കൊലപ്പെടുത്തിയ സ്ഥലത്ത് നിന്നും ഒരു ഫിംഗർ പ്രിന്റോ മറ്റൊരു തെളിവോ കിട്ടിയിട്ടില്ല. അവിടെ ഒരിടത്തു നിന്നും CCTV ഫുട്ടേജസും കിട്ടിയിട്ടില്ല. അവൻ വളരെയധികം പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെ പോകും എന്നുള്ളത് അവന് നേരത്തെ തന്നെ അറിയാം. ഇനി പോലീസുകാരായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ആയിരിക്കോ ഇത് ചെയ്യുന്നതെന്ന് എനിക്കും സംശയമുണ്ട്. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ജിമ്മ പോലീസും പറയുന്നുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ള നമ്മുടെ അക്കാഡമിയിലെ പ്രൊഫസറിന് ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. അയാളെ ഒന്ന് പോയി കാണാനായി സാധിക്കുമോ എന്ന് ജിമ്മ പോലീസിനോടും ചോദിക്കുന്നു. അങ്ങനെ ജിമ്മ പോലീസും കിമ്മ പഠിക്കുന്ന പോലീസ് അക്കാഡമിയിൽ പ്രൊഫസറിനെ കാണാനായി പോകുന്നുണ്ട്. കിമ്മും കൂട്ടുകാരുമായി നടന്നു പോകുന്ന സമയമാണ് ജിമ്മ പോലീസ് അവിടേക്ക് വരുന്നത്. കിമ്മിനും ഇയാളെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യം ഓർക്കുന്നുണ്ട്. ജിമ്മ പോലീസിനും ഒരു ചെറിയ സംശയമൊക്കെ തോന്നുമെങ്കിലും അയാൾ പ്രൊഫസറിനെ കാണാനായി പോകുന്നു. ജിമ്മ പോലീസും കേസിന്റെ ഡീറ്റെയിൽസ് പ്രൊഫസറിന് കൊടുക്കുന്നു. ജിമ്മ പോലീസ് അവിടെ 2 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ ആ ഒരു സീറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് അയാളും ചോദിക്കുന്നു. അതിന് പ്രൊഫസറും ഇവിടുത്തെ കുട്ടികള് എന്നെ കേസിന്റെ കാര്യങ്ങളിൽ സഹായിക്കാറുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് ആണെന്നും പറയുന്നു. ഞാനൊരു പ്രൊഫൈലിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആ കുട്ടികളാണ് എന്നെ സഹായിക്കുന്നത്. എനിക്ക് കുട്ടികളുടെ ഫോട്ടോ കാണാൻ പറ്റുമെന്ന് ജിമ്മ പോലീസും ചോദിക്കുമ്പോൾ പ്രൊഫസറിന് അത് കൊടുക്കാനായി മനസ്സ് വരുന്നില്ല. ഇവിടുത്തെ കുട്ടികളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ എനിക്ക് പോലീസുകാർക്ക് കൈമാറാനാകില്ല. നമ്മുടെ കൂടെയുള്ള പോലീസുകാരിൽ ഒരാൾ എന്നോട് പറഞ്ഞായിരുന്നു, നിങ്ങൾ അവരോട് പറഞ്ഞത് വിജിലന്റ് ചെയ്യുന്ന ക്രൈം പോലീസുകാർ എങ്ങനെ അത് കണ്ടുപിടിക്കും എന്നതിനനുസരിച്ച് അവൻ തെളിവുകളൊക്കെ നശിപ്പിക്കുന്നുണ്ട് എന്നല്ലേ. പ്രൊഫസറും അത് സമ്മതിക്കുന്നുണ്ട്, ഞാൻ തന്നെയാണ് അത് പറഞ്ഞത്. ജിമ്മ പോലീസും വിജിലന്റ് ഒരു പോലീസുകാരനാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു. അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ജിമ്മ പോലീസിനോട് ചോദിക്കുന്നു. ശേഷം അയാളും അവിടെ നിന്ന് പോകുന്നുണ്ട്. അയാൾക്കും എന്തൊക്കെയോ ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ജിമ്മ പോലീസ് അവിടെ വന്നിട്ട് പോകുന്നത് കിമ്മും കാണുന്നുണ്ടായിരുന്നു. ശേഷം മീഡിയക്കാരും ഒരു ന്യൂസ് കാണുന്നുണ്ട്. സേവോൾ എന്ന കമ്പനിയുടെ ചെയർമാനായ സാംഡോ ഒരു കൊലപാതകം ചെയ്തിട്ട് തെളിവുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അയാളെ വിട്ടയച്ചു. അവളും അതിന്റെ ഡീറ്റെയിൽസും പഠിക്കുന്നു. ഇവിടെ കിമ്മും ഫോണിൽ നോക്കുമ്പോൾ അതിലൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ഫാനായ ആ ഒരു മാസ്ക് വെച്ച് വിജിലന്റ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആ സമയം അവന്റെ ഒരു കൂട്ടുകാരനും അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളത് കേട്ടായിരുന്നോ, ഇന്ന് രാവിലെ നമ്മളൊരു മോൺസ്റ്ററിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഭീമാകാരനായിട്ടുള്ള രൂപം. വിജിലന്റിനെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ലീഡർ ആണ് അയാൾ. എന്തിനായിരിക്കും അയാൾ ഇവിടേക്ക് വന്നത്? നമ്മുടെ പ്രൊഫസറിനെയും അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അയാൾ വിജിലന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെന്നാണ്. വിജിലന്റിനെ അയാളും കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. കിമ്മിനും ഒരു ചെറിയ സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവനെ അന്വേഷിച്ചായിരിക്കോ ജിമ്മ പോലീസ് അവിടെ വന്നിട്ടുള്ളതെന്ന്. ശേഷം ജിമ്മ പോലീസും ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നു. അതുവഴി വിജിലന്റ് വന്നു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി CCTV ചെക്ക് ചെയ്യാനാണ് അവിടേക്ക് വന്നിരിക്കുന്നത്. CCTV ചെക്ക് ചെയ്യണമെന്ന് ജിമ്മ പോലീസും പറയുമ്പോ, നിങ്ങൾ പോലീസുകാർ ഇന്നലെ തന്നെ ചെക്ക് ചെയ്തതല്ലേ, അതിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജിമ്മ പോലീസും, ഇന്നലെയോ, ആര് വന്നു എന്നായി പറയുന്നത്? ഈ അയൽപ്പക്കത്തുള്ള എല്ലാ CCTV ഫുട്ടേജസും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അത് കേൾക്കുമ്പോ ജിമ്മ പോലീസും അവനൊന്ന് തുറച്ചു നോക്കുന്നുണ്ട്. അയാളുടെ രൂപം കണ്ട ആരാണ് പേടിക്കാത്തത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എന്ന് പറയുമ്പോ വേണ്ടെന്നാണ് ജിമ്മ പോലീസും പറയുന്നത്. ശേഷം ജിമ്മ പോലീസും അത് കേട്ടതിന് ശേഷം ആ കാറുകാരന്റെ സഹോദരനെ കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അയാളൊരു ഗുണ്ടയാണല്ലോ. വഴിയിലുള്ള തടസ്സമൊക്കെ എടുത്ത് മാറ്റിയതിനു ശേഷം കാറുകാരന്റെ ചേട്ടനെയും കാണാൻ പോകുന്നു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ വിജിലന്റിന്റെ കേസിൽ ഇടപെടരുതെന്ന്. അയാളും മറ്റു ഗുണ്ടകളോട് ഇയാൾ അടിക്കാനായി പറയുന്നു. പക്ഷെ അവന്മാരൊക്കെ ജിമ്മ പോലീസിന്റെ ഒരു കൈക്കില്ലായിരുന്നു. അവിടെയുള്ള എല്ലാവന്മാരെയും ഒരു കൈ കൊണ്ട് അയാൾ അടിച്ചിടുന്നു. അത് കണ്ടിട്ട് അയാൾ വന്ന് പേടിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി തെറിക്കുന്നതായിരിക്കും. അതിന് ജിമ്മ പോലീസും, ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രില്ലും അയാൾ ഒറ്റ കൈ കൊണ്ട് എടുത്ത് മാറ്റുന്നുണ്ട്. ഒരു കാര്യവും ഇനിമേൽ ചെയ്യരുത്, ഞാൻ തന്നെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. അയാളും അതിന് സമ്മതിക്കുന്നുണ്ട്. ഇവിടെ പോലീസ് അക്കാഡമിയിൽ പ്രൊഫസറും അറ്റൻഡൻസ് വിളിക്കുകയായിരുന്നു. കിമ്മിനെ നോക്കുമ്പോ അവന്റെ മുഖത്തൊക്കെ മുറിവിന്റെ പാടുണ്ടായിരുന്നു. എന്റെ മുഖത്ത് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ അവനും ജിമ്മിൽ വെച്ച് മുറിവ് പറ്റിയതാണെന്ന് പറയുന്നു. കൃത്യമായിട്ടുള്ള സിറ്റുവേഷൻ പറയാനായി പ്രൊഫസറും പറയുന്നു. അന്ന് ജിമ്മ പോലീസ് ഇയാളെ കാണാൻ വന്നത് കൊണ്ട് തന്നെ ഇയാൾക്കും ഇവിടെയുള്ള കുട്ടികളിൽ ചെറിയൊരു സംശയമുണ്ട്. പ്രൊഫസർ, കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നീ പറയണം. ആ സമയം അവിടേക്ക് കിമ്മിനെ കാണാനായി പോലീസ് എത്തിയിട്ടുണ്ടെന്ന് ഒരാൾ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രൊഫസറും അവനും പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയും ഒരു പോലീസുകാരനും വന്ന് നിൽക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് പ്രൊഫസറും തിരക്കുമ്പോ പോലീസുകാരനും ഇതാണോ ആള് എന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുമ്പോ അവളും, ഇയാൾ തന്നെയാണ്, എന്നെ അവൻ രക്ഷപ്പെടുത്തി. പക്ഷെ അവന്റെ മുഖത്ത് ഇത്രയും മുറിവുണ്ടായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ രാത്രി ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. ഒരാള് എന്നെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു. ഇയാളാണ് എന്നെ സഹായിച്ചത്. കിമ്മിന് ആരാണെന്ന് പോലും അറിയില്ല. പോലീസുകാരനും ഇവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് ഇതുവരെ കണ്ടുകിട്ടിയില്ല. അതുകൊണ്ട് അവന്റെ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അവളെ രക്ഷിച്ചത് പോലീസ് അക്കാഡമിയിലെ ഒരു സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് കിമ്മിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പ്രൊഫസറും, നീ ഇതെന്തുകൊണ്ടാ എന്നോട് നേരത്തെ പറയാത്തതെന്ന് ചോദിക്കുമ്പോ അവനും, ഞാനൊരു പോലീസ് അക്കാഡമിയിലെ സ്റ്റുഡന്റ് അല്ലേ, ഒരാളുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയെന്നറിഞ്ഞാൽ അതൊരു പ്രശ്നമാകുമെന്നാണ് ഞാനും കരുതിയത്. എന്ത് കാരണം കൊണ്ടായാലും വയലൻസ് തന്നെയാണല്ലോ. ഇത്
ശരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കങ്ങായിരുന്നു. അവന്റെ സെക്രട്ടറിയും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് ആ പെൺകുട്ടി അവിടേക്ക് അയച്ചത്. കങ്ങും അതെന്തായാലും കിമ്മിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ അവന് വേണ്ടി ഒരുപാട് വർക്ക് ചെയ്തതല്ലേ. അതുപോലെ ആ മീഡിയക്കാരി ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ഇരുട്ടായതുകൊണ്ട് കിമ്മിന്റെ മുഖം അതിനകത്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് ആ മീഡിയക്കാരി സാംഡോ എന്നുള്ള ഒരാളെ കുറിച്ച് അന്വേഷിക്കാനായി ശ്രമിക്കുന്നുണ്ടെന്നാണ്. അവള് കൊള്ളാലോ, ഒരു പേടിയുമില്ല. കിമ്മും കങ് അയച്ച മെസ്സേജ് എടുത്ത് നോക്കുന്നുണ്ട്. രാവിലെ തന്നെ സഹായിച്ചത് കങ്ങാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവനോട് സഹായം ചോദിക്കണോ വേണ്ടയോ എന്നാണ് അവനും ഓർക്കുന്നത്. കാരണം പോലീസ് ഇവനെ അന്വേഷിച്ച് പോലീസ് അക്കാഡമി വരെ വന്നിട്ടുണ്ടായിരുന്നു. ആ ജിമ്മം പോലീസ് എന്തായാലും തന്നെ വെറുതെ വിടില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം. കങ് അയച്ച മെസ്സേജിന് അവനും നമുക്ക് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് ഒരു റിപ്ലൈയും കൊടുക്കുന്നു. കങ്ങാണെങ്കിൽ അതും പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. നമുക്ക് കണ്ടുമുട്ടാമെന്ന കിമ്മിന്റെ മെസ്സേജ് കാണുമ്പോൾ അവനും വളരെ സന്തോഷമാകുന്നു. ശേഷം മീഡിയക്കാരിയും അവൾ സാംഡോ എന്ന ആളുടെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറിനെ കാണാനായി അവളും പോവുകയായിരുന്നു. ആ സാംഡോ എന്ന ആള് നടത്തുന്ന കമ്പനി ഗെയിം ഡെവലപ്പ് ചെയ്യാനും മറ്റുമാണെന്നാണ് മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഇല്ലീഗലായ ഗാംബ്ലിംഗ് സൈറ്റ്, അതായത് ചൂതുകളിയുടെ ഒരു വെബ്സൈറ്റ് ആണ് അയാൾ നടത്തുന്നത്. പിന്നെ അയാള് ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്ന് ഒരു റൂമറുമുണ്ട്. വിജിലന്റ് ഈയിടയ്ക്ക് കൊലപ്പെടുത്തിയ ഒരു കാറുകാരനില്ലേ, അയാളും ഇവർക്ക് വേണ്ടിയിട്ടായിരുന്നു പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആ സാംഡോയെ കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുമ്പോ അയാള് വലിയൊരു ക്രിമിനൽ ആണ്. അയാൾക്കെതിരെ നിൽക്കുന്ന ആരെയും അയാൾ വെറുതെ വിടില്ല. ഈയിടയ്ക്ക് തന്നെ കണ്ടില്ലേ, ഒരു കൊലപാതകം ചെയ്തിട്ട് തെറ്റുകാരനല്ലെന്നാണ് കോടതിയും വിധിച്ചത്. ഞാനും ഇതിന്റെ പുറകിലായിരുന്നു. നീ എന്നെ സഹായിക്കാമോ എന്ന് മീഡിയക്കാരിയോടും ആ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രഷറുണ്ട്. ഈ റിപ്പോർട്ട് ഇനി മുന്നോട്ട് പോകാൻ എനിക്കാകില്ല. ആരുടെങ്കിലും സഹായമുണ്ടെങ്കിലേ എനിക്ക് മതിയാകൂ. നിങ്ങളെ പോലെയുള്ള വലിയൊരു റിപ്പോർട്ടർ ഇതിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമുണ്ടാകില്ല. ഈയിടയ്ക്ക് ഒരു ആക്ടറിനെ കുറിച്ച് ന്യൂസിലുണ്ടായിരുന്നില്ലേ, അയാളെ ഞാൻ കാണാനായി പോവുകയാണ്. ഈയിടയ്ക്കാണ് ഇല്ലീഗൽ സൈറ്റ് നടത്തുന്നു എന്ന് ആരോപിച്ച് ആക്ടറിനെ പിടികൂടിയത്. അയാൾ എന്നെ ഈ ഇടയ്ക്ക് വിളിക്കുകയുണ്ടായി. ആ സാംഡോയെ കുറിച്ചും അയാളുടെ ഫൗണ്ടേഷനെ കുറിച്ചും എന്തൊക്കെയോ പറയാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ആ വില്ലനായ സാംഡോയെ കാണിക്കുകയാണ്. അയാളും കുറച്ച് ആൾക്കാരെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. ഇയാളിടയ്ക്ക് ഒരു കൊലപാതക കേസിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ സാക്ഷി പറഞ്ഞ ആളെയാണ് അവിടെ കെട്ടിവെച്ചിരിക്കുന്നത്. സാക്ഷി ഹാജരാകാത്തത് കൊണ്ടാണ് ഇയാൾക്ക് തെളിവില്ലെന്നും പറഞ്ഞ് പോലീസ് വിട്ടയച്ചത്. മറ്റൊരുത്തനം 7 വർഷമായി ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. വിജിലന്റ് ആ കാറുകാരനെ കൊന്നതുകൊണ്ട് ഇയാളും കിട്ടിയ പണവുമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിച്ചു. അങ്ങനെയാണ് ഇവരും അയാളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇവന്മാരെങ്ങ് കൊന്നു കളഞ്ഞേക്കെന്ന് സാംഡോയും പറയുമ്പോ അവന്മാരും കുറെ പന്നികളെ തുറന്നു വിടുന്നു. ആ പന്നികളും വന്ന് അവന്മാരെ കടിക്കുന്നു. ശേഷം മീഡിയക്കാരെയും ആ ഒരു റിപ്പോർട്ടറും കൂടി ഒരു ആക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിലേക്ക് പോയി. എത്ര തവണ വാതിലിൽ മുട്ടിയിട്ടും അയാൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഡോറ് തുറക്കുമ്പോ അത് തുറന്നു കിടക്കുകയായിരുന്നു. അവരും ഒരുപാട് തവണ ആ ആക്ടറെ വിളിക്കുന്നുണ്ട്. ഫോണിൽ വിളിക്കുമ്പോ വീടിനകത്ത് നിന്നും റിംഗ് ടോൺ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവരും വീടിനകത്തേക്ക് പോകുന്നു. നോക്കുമ്പോ അയാളും ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നതാണ് ഇവരും കാണുന്നത്. ഞാനും പോലീസിനെ വിളിക്കാമെന്ന് റിപ്പോർട്ടറും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മീഡിയക്കാർക്ക് ഒരു സംശയം, ശരിക്കും ഇയാള് ആത്മഹത്യ ചെയ്തത് തന്നെയാണോ അതോ ആ ഗുണ്ടകള് ഇയാളെ കൊന്നതോ? ഇവരാ വീട്ടിൽ ആദ്യം പോയത് കൊണ്ട് തന്നെ പോലീസുകാരും ഇവരുടെ കയ്യിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു. പോലീസുകാരും അത് ആത്മഹത്യയാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ മീഡിയക്കാരി അത് വിശ്വസിക്കുന്നില്ല. അതൊരിക്കലും ആത്മഹത്യയാവാൻ ചാൻസ് ഇല്ല. അതിന് പോലീസും കൊലപാതകത്തിന്റെ ഒരു ലക്ഷണവും കാണുന്നില്ല. ആത്മഹത്യ കുറിപ്പ് വരെ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടറും ഈ ഒരു മെസ്സേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആള് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമോ? പക്ഷെ പോലീസുകാരനും അതൊന്നും വിശ്വസിക്കുന്നില്ല. അവരോട് പോകാനായി അവിടെ നിന്ന് പറയുന്നു. ഈ സാംഡോ എന്ന് പറയുന്ന ആൾക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് പോലീസുകാരെയൊക്കെ വിലക്കെടുക്കാനായി അയാൾക്ക് കഴിയും. ഈ പോലീസുകാരനും അവരുടെ കൂടെയുള്ള ആളാണെന്ന് മീഡിയക്കാർക്ക് മനസ്സിലാകുന്നുണ്ട്. മീഡിയക്കാരും ആ ഒരു ഗാംബ്ലിംഗ് സൈറ്റ് നടത്തുന്നത് എവിടെയാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിന് റിപ്പോർട്ടറും ആദ്യം ഞങ്ങൾ കണ്ടുമുട്ടാനായി വെച്ചിരുന്നത് മറ്റൊരു സ്ഥലത്താണ്. അത് അപകടമെന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം അയാൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് വീട്ടിലേക്ക് വരാനായി പറഞ്ഞത്. ആ ലൊക്കേഷൻ എവിടെയാണെന്ന് മീഡിയക്കാരെയും ചോദിക്കുന്നു. ശേഷം കിമ്മിനാണ് കാണിക്കുന്നത്. അവനും ഫോണിൽ നോക്കുമ്പോ കങ്ങും നമുക്ക് കണ്ടുമുട്ടാം, എന്നെ വീണ്ടും ഇടിക്കാനാണോ വിളിക്കുന്നത്? നാളെ 9 മണിയാകുമ്പോ ബസ് ടെർമിനലിൽ ഞാൻ കാത്തു നിൽക്കാം, വിളിക്കുകയും ചെയ്യാം. ശേഷം അവരും ബസ്സൊക്കെ ഇറങ്ങി നടന്നു പോകുമ്പോഴാണ് കിമ്മ് രക്ഷിച്ചു എന്ന് പറഞ്ഞ് പോലീസ് അക്കാഡമിയിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ പെൺകുട്ടി കിമ്മിനെ കാണാനായി ഇവിടേക്കും വരുന്നു. എന്നെ ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്ന് കിമ്മും. ഇവനെ നോക്കുമ്പോ ഇവൻ നിൽക്കുന്ന ബിൽഡിങ്ങിന് മുകളിലായി ജിമ്മും പോലീസും നിൽക്കുന്നുണ്ടായിരുന്നു. കങ്ങിന് അക്കാര്യം മനസ്സിലായതുകൊണ്ടാണ് ഇവളെ കിമ്മിന്റെ അടുത്തേക്ക് അയച്ചത്. എനിക്ക് നിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിച്ച് അവനും അവളെയും വിളിച്ചുകൊണ്ട് പോകുന്നു. ഈ റെസ്റ്റോറന്റിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ അപ്പോഴേക്കും വരാമെന്ന് പറഞ്ഞ് അവന് നടന്നു പോകുമ്പോ ജിമ്മും പോലീസും അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. എന്റെ പേര് ജോഹ്യോൻ, വിജിലന്റിനെ അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ലീഡറാണ്. അതിന് ഞാനിപ്പോ എന്തോ ചെയ്യണമെന്ന്? കിമ്മും, നിന്റെ പ്രൊഫസറും ഞാനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നീ എനിക്ക് ഒരു ജൂനിയർ ഓഫീസറിനെ പോലെയാണ്. നീ എന്നെ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവനും എന്റെ സ്കൂളിൽ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നീ ഒരു പോലീസുകാരനല്ലേ, വിജിലന്റ് കേസിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്? അതിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ അവനും ഞാൻ അതിനെ കുറിച്ച് എന്നും ന്യൂസ് കാണാറുണ്ട്, ഞാൻ എഴുതുന്ന റിപ്പോർട്ടും അതുമായിട്ട് ബന്ധമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിജിലന്റിനെ കുറിച്ച് തന്നെ ഒരു റിപ്പോർട്ട് എഴുതിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതിനവനും എനിക്ക് തോന്നുന്നത് അയാൾ എഴുതുന്ന കാര്യങ്ങൾ അവൻ ചെയ്തത് ഒരിക്കലും തെറ്റല്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക. ജിം പോലീസും എന്തുകൊണ്ടാ അവനൊരു വിജിലന്റ് ആണെന്നുള്ള കാര്യം ഒളിച്ചു വെക്കാനാണോ? അതിനവൻ
അവനും വിജിലന്റ് ഒരിക്കലും അവൻ തെറ്റ് ചെയ്യുകയാണെന്ന് കരുതുന്നില്ല. കിം പോലീസും അത് ശരിയാ, അത് തന്നെയാണ് വിജിലന്റിന്റെ ക്രൈമിന്റെയും പ്രത്യേകത. വിജിലന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രൈമും ഞാൻ ഒതുക്കി തീർക്കും. ഞാൻ ആ വിജിലന്റിനെ പിടികൂടുകയും ചെയ്യും. എന്തായാലും ഉടനെ തന്നെ അവനെ ഞാൻ പിടികൂടും. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, വെറുതെ ഓരോ കാര്യങ്ങൾ ചെയ്യരുത്. നിന്റെ കഴിവുകൾ വേസ്റ്റ് ആയി പോവുകയുള്ളൂ. അതിനവനും നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിമ്മം പോലീസ് നേരത്തെ പ്രൊഫസറിനോട് സംസാരിച്ച സമയം അയാൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജിലന്റിനെ പിടിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നും നല്ല ജോലിയും റെപ്യൂട്ടേഷനും ഒക്കെ ആളാണെന്നും അവൻ കാണാൻ ഭംഗിയുള്ളതും വളരെ ചെറുപ്പമായിട്ടുള്ള ഒരാളാണെങ്കിൽ ആൾക്കാര് ഇതിന്റെ അപ്പുറത്തേക്കും പ്രതികരിക്കും. അവൻ അവന്റെ കുറ്റകൃത്യങ്ങൾ ഒളിക്കാനായി ശ്രമിക്കുന്നതല്ല, സമൂഹത്തോട് എന്തോ പറയാനായി ശ്രമിക്കുന്നതാണ്. വിജിലന്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ സജസ്റ്റ് ചെയ്യാം. അതിൽ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരാളെ വിജിലന്റ് ആണെന്ന് കെട്ടിവെച്ച് വിജിലന്റ് ചെയ്ത എല്ലാ ക്രൈംസും അയാളുടെ തലയിൽ കെട്ടിവെക്കാം. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. എന്നാൽ മാത്രമേ വിജിലന്റിസത്തിനെ ഇവിടെ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാനായി സാധിക്കൂ. ഇവിടെ കിമ്മും ജിമ്മ പോലീസ് നിൽക്കുന്നത് കങ്ങും ദൂരെ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ വച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.